പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളിന്ന് കാണാൻ പോകുന്നത് 12ാമത്തെ യൂണിറ്റായ ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ്. ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ്. ഈ യൂണിറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓർഗാനിക് പഠിച്ചു തുടങ്ങാൻ പറ്റിയ ഒരു യൂണിറ്റാണ്. നമുക്ക് ഇതിനു മുമ്പ് ഓർഗാനിക് ഒന്നും അറിയില്ല എങ്കിലും ഓർഗാനിക് കെമിസ്ട്രി നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. അതാണ് ഈ യൂണിറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓർഗാനിക് കെമിസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം A to Z എല്ലാ വിവരങ്ങളും അടങ്ങിയ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു യൂണിറ്റാണ് യൂണിറ്റ് 12 ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ്. ഈ യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ യൂണിറ്റിൽ ഓർഗാനിക് കെമിസ്ട്രിയുടെ തുടക്കം, ഓർഗാനിക് കെമിസ്ട്രി എങ്ങനെയാണ് തുടങ്ങിയത്, എന്തുകൊണ്ടാണ് ഓർഗാനിക് കെമിസ്ട്രി നമ്മൾ പഠിക്കേണ്ടി വന്നത് എന്ന് തുടങ്ങി അതിലെ സ്ട്രക്ചർ എഴുതുന്നത്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ്, അതിൻ്റെ നെയിമിങ്, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഫങ്ഷണൽ ഗ്രൂപ്പുകൾ, ഹോമോലോഗ് സീരീസ്, അരോമാറ്റിക് കോമ്പൗണ്ട്സിന്റെ നെയിമിങ്, ഐസോമറിസം, ഓർഗാനിക് റിയാക്ഷൻസുമായി ബന്ധപ്പെട്ട ഫണ്ടമെന്റൽ കൺസെപ്റ്റ്സ്, ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ഓർഗാനിക് റിയാക്ഷൻസിൽ, വ്യത്യസ്ത തരം ഇഫക്റ്റുകൾ, ഇലക്ട്രോൺ മൂവ്മെന്റ് ഇഫക്റ്റുകൾ ഉണ്ട്, വ്യത്യസ്ത തരം ഇഫക്റ്റുകൾ, പിന്നെ ഓർഗാനിക് കോമ്പൗണ്ട്സ് പ്രിപ്പറേഷൻ നമ്മൾ പിന്നെ അതാത് യൂണിറ്റുകളിൽ പഠിക്കും. അങ്ങനെ പ്രിപ്പയർ ചെയ്ത കോമ്പൗണ്ട്സിനെ എങ്ങനെ നമുക്ക് പ്യൂരിഫൈ ചെയ്യാം, പ്യുവർ കോമ്പൗണ്ട്സ് ആക്കി മാറ്റാം, അതിനുള്ള ടെക്നിക്സ്, ആ ടെക്നിക്സ് കഴിഞ്ഞിട്ട് ആ കോമ്പൗണ്ട്സിൽ എത്ര അളവ് അല്ലെങ്കിൽ ഏതെല്ലാം മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട്, ആ മൂലകങ്ങൾ എത്രയെല്ലാം അളവ് അടങ്ങിയിട്ടുണ്ട്, ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള അനാലിസിസുകൾ, ഇത്രയുമാണ് ഈ യൂണിറ്റിൽ അടങ്ങിയിരിക്കുന്നത്. അതായത് ബേസിക് ആയിട്ട് ഒരു ഓർഗാനിക് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ബേസിക് ആയിട്ടുള്ള എല്ലാ തരം നോളജുകളും ഈ യൂണിറ്റിലുണ്ട്. ഈ യൂണിറ്റ് പഠിക്കാതെ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി പഠിച്ചാൽ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കും, കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതിന്റെ അടിസ്ഥാന ആശയങ്ങളിൽ ധാരണ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ഈ യൂണിറ്റ് വളരെ ശ്രദ്ധാപൂർവം പഠിക്കേണ്ടതാണ് എന്നുള്ളതാണ് ആദ്യമായിട്ട് ഞാൻ ഓർമ്മിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ യൂണിറ്റിലേക്ക് പ്രവേശിക്കാം. ഇതിന് തൊട്ട് മുമ്പത്തെ യൂണിറ്റായ പി ബ്ലോക്ക് എലിമെന്റ്സിൽ ഉള്ള ഒരു മൂലകമാണല്ലോ കാർബൺ. പീരിയോഡിക് ടേബിളിലെ ഒരു ഗ്രൂപ്പിലെ മൂലകം എന്ന് മാത്രമാണ് കാർബണിന്റെ പ്രത്യേകത. 14ാമത്തെ ഗ്രൂപ്പിലെ ആദ്യത്തെ മൂലകം. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ കാർബണ് വേണ്ടി മാത്രം ഒരു യൂണിറ്റ് തുടങ്ങിയത് അത് നമ്മൾ കാണും. കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ കാർബണിന്റെ കുറേ പ്രത്യേകതകൾ കണ്ടിട്ടുണ്ടായിരുന്നു. യൂണിക് പ്രോപ്പർട്ടീസ് ഓഫ് കാർബൺ. അതിലൊരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ആയിരുന്നു കാറ്റനേഷൻ എന്ന് നമ്മൾ പഠിച്ചത്. കാറ്റനേഷൻ, ഈ ഗ്രൂപ്പിൽ തന്നെ ലെഡിന് നമ്മൾ കാറ്റനേഷൻ പറഞ്ഞിട്ടില്ല. വാട്ട് ഈസ് കാറ്റനേഷൻ? കാറ്റനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടി ഓഫ് ആൻ എലമെന്റ്. സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടി ഓഫ് ആൻ എലമെന്റ്, ഒരു മൂലകത്തിന്റെ സ്വയം ചേരാനുള്ള കഴിവിനെയാണ് നമ്മൾ കാറ്റനേഷൻ എന്ന് പറയുന്നത്. Moreover, carbon can combine with some other elements also, like hydrogen, oxygen, nitrogen, sulfur, phosphorus, halogens. ഇത്രയും എലമെന്റ്സുമായിട്ട് കൂടി ചേർന്ന അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലുമൊക്കെ എലമെന്റ്സുമായിട്ട് കൂടി ചേർന്ന കോമ്പൗണ്ട്സുകളാണ് സാധാരണഗതിയിൽ നമ്മൾ ഓർഗാനിക്കിൽ പറയാറുള്ളത്, ഓർഗാനിക് കോമ്പൗണ്ട്സിൽ പറയാറുള്ളത്. അപ്പൊ ഈ കോമ്പൗണ്ട്സിന്റെ പഠനമാണ്, the resulting compounds are studied under a separate branch of chemistry called organic chemistry. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന മറ്റ് എല്ലാത്തരം മൂലകങ്ങളുടെയും കോമ്പൗണ്ടുകൾ, എല്ലാത്തരം കോമ്പൗണ്ടുകൾ എടുത്താലും അതിലേറെ എത്രയോ കോമ്പൗണ്ട്സ് ഈ കാർബൺ തരുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് ആണ് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സിനെ സെപ്പറേറ്റ് ബ്രാഞ്ച് ആയിട്ട് പഠിക്കുന്നത്. അതിനെ നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആയിട്ട് പഠിക്കുന്നു. എന്നാൽ എല്ലാ കോമ്പൗണ്ട്സും, കാർബണിന്റെ എല്ലാ കോമ്പൗണ്ട്സും ഓർഗാനിക്കിൽ വരണമെന്നില്ല. ഉദാഹരണത്തിന് വാഷിംഗ് സോഡ Na2CO3, that is a carbon containing compound. It is not coming under this one. Carbon dioxide or carbon monoxide. So such type of examples are not coming under organic chemistry. Okay. അപ്പോൾ കാർബണും അതിന്റെ സംയുക്തങ്ങളും എന്ന് പറയാമെങ്കിലും നമ്മൾ എല്ലാത്തിലും ആ കാർബണും അതിന്റെ സംയുക്തങ്ങളും എന്ന് പറയുന്നില്ല. എന്തുകൊണ്ടാണ് ഈ പേര് വന്നത്? വൈ ഓർഗാനിക്? എന്തുകൊണ്ടാണ് ഓർഗാനിക് എന്നുള്ള പേര് വന്നത്? ദാറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ലെറ്റ് us see that. ഓർഗാനിക് എന്നുള്ള പേര് വരാനുള്ള കാരണത്തിന് മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി
ഒന്ന് ആവർത്തിക്കുകയാണ്. കാർബന്റെ യുണീക്ക് പ്രോപ്പർട്ടിയിൽപ്പെട്ട ഒന്നാണ് കാറ്റനേഷൻ എന്ന് പറയുന്നത്. കാറ്റനേഷൻ ഈസ് സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടി. ഇറ്റ് ക്യാൻ ഫോം compounds with other carbon atoms through either single bond or double bonds or triple bonds. Similarly, it can make bonds with hydrogen, nitrogen, sulfur, phosphorus, and halogens. Okay. Actually, these compounds are generally known as organic compounds and are very important for sustaining life on Earth. Life on Earth. Like these are the major constituents of DNA, proteins, certain vitamins, etc. These are the building blocks of animals and plants. So these are very important. And these appear in materials like cloths, cloths, carbohydrates, like compounds are the synthetic cloths are also the fuels, hydrocarbons like substances, polymers, every polymers, not inorganic. Then certain dyes, chayangal, color. Surely it is not the least one, but the most important, medicines. So many examples we can see. In our daily life, we come across a number of organic compounds. That means the compounds that containing carbon and these type of elements. That is the importance of organic chemistry. The question still exists. Why organic? എന്തുകൊണ്ടാണ് ആ പേര് വന്നത്? ഓർഗാനിക് എന്നുള്ള പേര് വന്നത്. ആ പേര് വരാൻ ചില കാരണങ്ങളുണ്ട്. About 200 years back, 250 years back, in 1780, 1780, ശാസ്ത്രജ്ഞര് രണ്ട് തരം കോമ്പൗണ്ടുകളെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലൊന്ന് ജീവനുള്ള വസ്തുക്കളിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. ജീവനുള്ള വസ്തുക്കൾ ഉത്പാദിപ്പിക്കുന്ന തരം സംയുക്തം. രണ്ടാമത്തത് അങ്ങനെയല്ലാത്ത സംയുക്തം. അങ്ങനെയല്ലാത്ത ജീവികൾ ഉത്പാദിപ്പിക്കാത്ത തരത്തിലുള്ള സംയുക്തം. രണ്ട് തരം കോമ്പൗണ്ടുകളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ബെസേലിയസ് എന്ന് പറയുന്ന ഒരു സ്വീഡിഷ് കെമിസ്റ്റ് ഒരു തിയറി മുന്നോട്ട് വെച്ചത്. ആ തിയറി വൈറ്റൽ ഫോഴ്സ് തിയറി എന്നാണ് അറിയപ്പെടുന്നത്. ജൈവിക ശക്തി നിയമം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ജൈവിക ശക്തി നിയമം. അദ്ദേഹം പറഞ്ഞത് ഈ ഫോഴ്സ്, വൈറ്റൽ ഫോഴ്സ്, ജീവശക്തി, ദിസ് വൈറ്റൽ ഫോഴ്സ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ജീവികൾ ഉണ്ടാക്കുന്ന സംയുക്തങ്ങളിൽ ഈ ശക്തി ഉണ്ടായേ മതിയാവും. അതിന് കാരണമുണ്ട്. ഉദാഹരണത്തിന് യൂറിയ. ഇപ്പൊ യൂറിയ നമ്മൾ കൃത്രിമമായിട്ട് ഉത്പാദിപ്പിക്കുന്നു. യൂറിയ ഉത്പാദിപ്പിച്ചതിന് ശേഷമാണ്, കൃത്രിമമായ യൂറിയ ഉത്പാദനത്തിന് ശേഷമാണ് നമ്മുടെ ഭക്ഷ്യോത്പാദനം കൂടിയത്, നമ്മുടെ ജനസംഖ്യ കൂടിയത്, നമ്മുടെ ജീവിത നിലവാരങ്ങൾ കൂടിയത്. വളരെ ചരിത്രവുമായും മനുഷ്യകുലവുമായി ബന്ധപ്പെട്ട വലിയ ഒരു കാര്യമാണ്. അതിനു മുമ്പ് നമ്മളപ്പോൾ എങ്ങനെയാണ് യൂറിയ ഉണ്ടാക്കിയിരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് യൂറിയ പ്രധാനമായിട്ടും നമ്മൾ വളങ്ങളിലാണല്ലോ ഉപയോഗിക്കുന്നത്. യൂറിയ എങ്ങനെയായിരുന്നു നമ്മൾ ഉത്പാദിപ്പിച്ചിരുന്നത്? യൂറിയ നമ്മൾ ഉത്പാദിപ്പിക്കില്ല, മറിച്ച് അത് ജീവികളെ ഉത്പാദിപ്പിക്കും. ജീവികൾ ഉത്പാദിപ്പിച്ച യൂറിയ അടങ്ങിയ അവരുടെ വേസ്റ്റുകൾ, എക്സ്ക്രീറ്റ നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ടുവരികയും അത് വളങ്ങളായിട്ട് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. അന്ന് അതൊരു വലിയ ബിസിനസ് ആയിരുന്നു. ഒരു 300 വർഷം മുമ്പ് വലിയ ബിസിനസ് ആയിരുന്നു. അമേരിക്കയിലൊക്കെ ഒഴിഞ്ഞ മരുഭൂമികളിൽ, ചിലി പോലത്തെ സ്ഥലങ്ങളിലൊക്കെ ഒഴിഞ്ഞ മരുഭൂമികളിൽ പക്ഷികളുടെ കാഷ്ടം മല പോലെ കുന്നുകൂടിയ സ്ഥലങ്ങളുണ്ടായിരുന്നു. അവിടെ നിന്ന് അത് ഖനനം ചെയ്യുന്ന മൈനിങ് ദീസ് എക്സ്ക്രീറ്റ വലിയ ബിസിനസ് ആയിരുന്നു. എന്നിട്ട് ഷിപ്പുകളിൽ കയറ്റി യൂറോപ്പിലേക്ക് കൊണ്ടുവരുമായിരുന്നു. അതിന് തന്നെ വലിയ കമ്പനികൾ ഉണ്ടായിരുന്നു. അങ്ങനെ അമേരിക്കയിലെ പല സ്ഥലങ്ങളിലും സെറ്റിൽമെന്റ്സ് ഉണ്ടായി. ചില ഗ്രാമങ്ങളും പിന്നെ നഗരങ്ങളുമായി. യൂറിയ കണ്ടുപിടിച്ചതിന് ശേഷം, കൃത്യമായിട്ട് യൂറിയ ഉണ്ടാക്കാം എന്നൊക്കെ തെളിഞ്ഞതിന് ശേഷം, അതൊക്കെ ഉണ്ടാക്കാൻ തെളിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ അതിൽ അമോണിയയുമായി ബന്ധമുണ്ട്, അമോണിയയുടെ കണ്ടുപിടുത്തവുമായി ബന്ധമുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളുമായി ബന്ധമുണ്ട്. പ്രധാനമായിട്ടും അമോണിയ ആണല്ലോ ഇതിലെ, അമോണിയ കോമ്പൗണ്ട്സ് ആണല്ലോ ഇവ. അങ്ങനെയാണ് അതിന്റെ അമോണിയയുമായുള്ള കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത്. ശേഷം ഈ സെറ്റിൽമെന്റ്സ് ഉപേക്ഷിക്കപ്പെടുന്ന അവസ്ഥ വരെ ഉണ്ടായി, ആ ബിസിനസ് തകരുന്ന അവസ്ഥ വരെയൊക്കെ ഉണ്ടായി. പല തരത്തിലുള്ള ചരിത്രപരമായ ബന്ധങ്ങളും ഈ രസതന്ത്രത്തിനുണ്ട്. അപ്പോൾ ഈ വൈറ്റൽ ഫോഴ്സ് തിയറി പറയുന്നത് എന്താണ്? വൈറ്റൽ ഫോഴ്സ് തിയറി പറയുന്നത് vital forces are responsible for the formation of organic compounds. So these can be originated from certain organisms, ജീവികൾ. ചില ജീവികളിൽ നിന്ന് ഇത് ഉത്പാദിപ്പിക്കപ്പെടുന്നത്.
That is why the name organic. Organism, organic. Organ, organ, അവയവം. യൂറിയ എന്ന് പറയുന്നത് യൂറിക് ആസിഡ്, അത് ശരീരത്തിലെ ഒരു അവയവം ഉത്പാദിപ്പിക്കുന്നതാണ്. അപ്പോൾ ഒരു ജീവി, ഒരു അവയവം, ഇതിന്റെ ഒരു ജീവനില്ലാത്തവയ്ക്ക് ഇപ്പൊ യൂറിയ ഉത്പാദിപ്പിക്കാൻ വയ്യല്ലോ. അപ്പൊ ജീവൻ വേണം ഈ സാധനം ഉണ്ടാക്കാൻ എന്നുള്ളതിൽ നിന്നാണ് ഈ ഓർഗാനിക് എന്നുള്ള പേര് കിട്ടിയത്. സോ കോമ്പൗണ്ട്സ് വിച്ച് ആർ ഒറിജിനേറ്റഡ് ഫ്രം ഓർഗാനിസംസ്. ഇപ്പൊ നമുക്കറിയാതെ അങ്ങനെയല്ല എന്നുള്ളത്. In 1828, Frederick Waller, a very well-known scientist, he can be considered as the father of this branch because he first synthesized the organic compound. Synthesize ചെയ്യാൻ കൃത്രിമമായിട്ട് ഉത്പാദിപ്പിക്കുക എന്നുള്ളത്. Synthesize ചെയ്യാൻ. So he synthesized the organic compound urea from an inorganic compound ammonium cyanide. Ammonium cyanide, though it contains carbon, it is inorganic. He simply heat ammonium cyanide in a test tube. He got urea. വലിയ കോംപ്ലിക്കേറ്റഡ് എക്യുപ്മെന്റ്സ് ഒന്നും വേണ്ട. സിംപ്ലി ഇൻ എ ടെസ്റ്റ് ട്യൂബ് യു ക്യാൻ ഡികമ്പോസ് ദിസ് by heating ammonium cyanide into urea. It's a simple process. So he broke down all the existing theories like vital force theory. He broke down all that. A new branch evolved, that is organic chemistry. Later on, in 1845, Kolbe synthesized acetic acid. In 1856, Berthelot synthesized methane. And this showed conclusively that organic compounds could be synthesized from inorganic sources in laboratories. Simply ലാബിൽ നമുക്ക് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ടാക്കാം എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇതിന്റെ പഴയ പേരോ? ഇതിന്റെ പഴയ പേര് പതിഞ്ഞു കിട്ടിയാൽ പിന്നെ പോകില്ലല്ലോ. നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ പല പേരുകളും വിളിക്കുന്നു. കുഞ്ഞാവ എന്ന് വിളിച്ച ആ പേര് നമ്മൾ വലുതായാലും നമ്മൾ ആ പേര് കേൾക്കും. ഇതെല്ലാം തുടർന്നു പോകും. ഔദ്യോഗിക പേരാവണം നിർബന്ധമൊന്നുമില്ലെങ്കിൽ ഇതങ്ങ് തുടർന്നു പോകും. കാരണം അത് പതിഞ്ഞു കഴിഞ്ഞു ആ പേര്. അതുപോലെ ഓർഗാനിക്കും പതിഞ്ഞു കഴിഞ്ഞു. ഇനി മാറ്റേണ്ട കാര്യമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനെ കുറെ പതിഞ്ഞ പേരുകൾ നമ്മൾ പഠിക്കാറുണ്ട് കെമിസ്ട്രി. അപ്പോൾ സ്റ്റിൽ വി ആർ യൂസിങ് ദ സെയിം നെയിം, ബട്ട് നൗ അവർ ഡെഫിനിഷൻ ഹാസ് ചേഞ്ച്ഡ്. ഡെഫിനിഷനിൽ ഒരു മാറ്റമുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ഓർഗാനിക് ഇൻ ഒറിജിൻ. നൗ വി ക്യാൻ സേ ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് കാർബൺ and its compounds with hydrogen, nitrogen, sulfur, phosphorus, oxygen or halogens or all this. എല്ലാ കോമ്പൗണ്ട്സിലും എല്ലാം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നാലും കാർബണും ഈ പറഞ്ഞ ഏതെങ്കിലും മൂലകങ്ങളുമായിട്ടുള്ള സംയുക്തങ്ങളും അവയുടെ പ്രവർത്തനങ്ങളും അവയുടെ റീഅറേഞ്ച്മെന്റ്സും അവയുടെ ഉൽപാദനവും എല്ലാം ഉൾക്കൊണ്ട ഒരു ബ്രാഞ്ചാണ് ഇപ്പോൾ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി ആയിട്ട് പറയുന്നത്. എന്താണ് ഓർഗാനിക് കെമിസ്ട്രിക്ക് മാത്രം ഒരു പ്രത്യേകത? Importance of organic chemistry, because that containing a common element, carbon. ഒരു പൊതു മൂലകം അതിലുണ്ട് എന്നുള്ളതാണ് കാർബൺ. ഈ കാർബണും ഈ പറഞ്ഞ ഈ മൂലകങ്ങൾ മാത്രമേ അതിലുള്ളൂ. നമുക്ക് വലിയ മൂലകങ്ങളെ കുറിച്ചൊന്നും പറയേണ്ട കാര്യം വരുന്നില്ല. ഞാൻ ഈ നേരത്തെ പറഞ്ഞ മൂലകങ്ങൾ മാത്രമേ അതിലുള്ളൂ. ഇവയും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് വളരെ വിപുലമായ ലക്ഷക്കണക്കിന് കോമ്പൗണ്ട്സ് നമുക്കുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, മറ്റുള്ള മൂലകങ്ങളെല്ലാം തരുന്ന കോമ്പൗണ്ട്സിനേക്കാളും കൂടുതൽ കോമ്പൗണ്ട്സും പുതിയ തരം കോമ്പൗണ്ട്സ് ഡേ ബൈ ഡേ ഇങ്ങനെ ഓർഗാനിക് കെമിസ്ട്രിയിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. You can synthesize compounds. If you know the rearrangements of this carbon, the mechanisms behind that rearrangement, you can prepare organic compounds. So day by day, we are getting thousands or lakhs of compounds of carbon. That is why we are studying organic chemistry as a separate branch. It is because carbon having certain unique properties. Carbon ചില unique properties ഉണ്ട്. കാർബൺ മാത്രമായിട്ടുള്ള ചില പ്രത്യേക പ്രോപ്പർട്ടീസ്. വാട്ട് ആർ ദ യൂണിക് പ്രോപ്പർട്ടീസ് ഓഫ് കാർബൺ? കാർബൺ മാത്രം തരുന്ന യൂണിക് പ്രോപ്പർട്ടിയിൽ ഒന്നാണ് നേരത്തെ നമ്മൾ കണ്ട കാറ്റനേഷൻ, സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടി. സോ ഇറ്റ് ക്യാൻ ഫോം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് bonds of any length, that compound of any length. So we will get different types of compounds. Carbon with one carbon atom, compound with one carbon atom, 2 carbon atoms, 3 carbon atom, 4 carbon atom, like that. Another importance is tetravalency of carbon. Carbon is tetravalent in nature. What is tetravalent? It can make 4 bonds, either by giving out 4 electrons or by accepting 4 electrons. That is the importance of tetravalence. In order to complete its octet, it can accept 4 electron or it can remove 4 electron. Plus 4 and minus 4 option states are possible. So tetravalency is very important, and because of this tetravalency, this having some 3-dimensional shape. Usually this having
tetrahedral shape. So it can give different shapes also. It can show different isomerism also. Isomerism that we will see. Same formula with different structures. Same formula with different structures. That is isomerism. ഒരേ ഫോർമുലയാണെങ്കിലും വ്യത്യസ്ത സ്ട്രക്ചേഴ്സ് പോസിബിൾ ആണ്. ഇനോർഗാനിക്കിന് പലപ്പോഴും അത് സാധ്യമല്ല. സാധ്യമുള്ളതുണ്ട്, എന്നാലും ഇത്രയും വൈഡ് ആയിട്ട് സാധ്യമല്ല. ഉദാഹരണത്തിന് സോഡിയം കാർബണേറ്റ് നമ്മൾ Na2CO3 എന്ന് എഴുതിയാൽ അത് Na2CO3 ആണ്. അതിന് വേറെ ആ ഫോർമുല തന്നെയാണ് അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് വേറെ സ്ട്രക്ചർ ഇല്ലെന്നാണ്. പക്ഷേ ഓർഗാനിക്കിൽ അങ്ങനെയല്ല. നമ്മളൊരു ഫോർമുല എഴുതിയാൽ ആ ഫോർമുലയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് we may write, or we can that can have a number of structures. You can write different structures for that one. That is another one. So with the same formula, that particular compound can have different structures. Another one is hybridization. What is hybridization? That we know. Hybridization we know. We studied it. In the bonding section, we studied it. It is the intermixing of atomic orbitals. And we'll get different types of hybrid orbitals. If it intermixes one s with one p, it is sp. You can mix one s orbital with two p orbitals, sp2, 3p orbitals, sp3, like that. So different types of hybridizations are possible. Different types of compounds are possible. In this itself, sp is more electronegative. As the s character increases, electronegativity of that compound increases. It gives different reactions. As a result of it, it gives different reactions. In the case of sp3, that having only 25% s character, 25%, total 4, s, 1 s and 3p, total 4. Out of that only s is 1/4, 25%. But in the case of sp2, it is 30%, 1/3 portion. In sp, it is 50-50, s having 50% character. As the s character increases, electronegativity increases. That means sp is more electronegative than sp2, which is more electronegative than sp3. That we will see. So this is another property. This carbon can form pi bonds. Pi bonds with each other, or with oxygen, or with nitrogen. It can form pi bonds. And these pi bonds are more reactive. These are loosely bonded. You know how pi bonds are formed? Pi bonds are formed as a result of sideways overlapping. Head-on overlapping gives sigma bonds. So in organic compounds, you can see sigma bonds and pi bonds. In addition to sigma bonds, 1 pi bond may be there, 2 pi bonds may be there. If it is if it contains 2 bonds, in addition to a sigma, 1 pi is there. It is a double bonded one. If 3 bonds are possible between 2 atoms, 1 sigma and 2 pi bonds. So these are all reactive because these are loosely bonded. Though a combining effect of this is there, bonding is there, still it gives it shows more reactivity because these are loosely bonded. Right. So these are the importance of or uniqueness of the carbon. That is why these are giving a number of compounds, different numbers of compounds. Right. Then some features of pi bonds. Pi bonds and other features would be pi bonds in the case of the orientation under parallel orientation of 2 pi bonds and parallel bonding. Okay, 2 orbitals on adjacent atoms is necessary for a proper sideways overlapping. So in the case of compound containing 2 carbon atoms like CC single bond and CC double bond, CC single bond is formed by the head-on overlapping, axial overlapping of the orbitals of hybrid orbitals of 2 carbon atoms. So that is an axial bond. It is an axis. So within that axis, a carbon with respect to the other one can rotate. A rotation is possible. ഒരു കാർബണെ നമ്മൾ ഒരു കയ്യിൽ പിടിക്കുക, എന്നിട്ട് മറ്റേ കാർബണെ നമ്മൾ തിരിക്കുക. ആ തിരിക്കൽ നടക്കും. It is conformation and the property. But this rotation is restricted in the case of a doubly bonded carbon. രണ്ട് ബോണ്ടുകൾ ഉണ്ടെങ്കിൽ ഈ rotation possible അല്ല. It is not possible. Why it is not possible? It is not possible because 2 bonds are there. And moreover, the second bond, that is pi bond, which is parallelly oriented, and this restrict the free rotation. So in addition to the reactivity of these bonds, this restricted the free rotations also. So these are another characteristics.
characteristic of pi bond. So we are moving to the structural representation of organic compounds. Structural representation of organic compounds. Organic compounds can be represented in several ways. There are complete structures, there are condensed structures, there are bond line structures. Okay, complete condensed and bond line structures are there. So organic compound structures are represented in several ways. In several ways we can represent this. And one among that one is Lewis structure, or these are known as dot structures. Lewis നമ്മൾ നേരത്തെ കണ്ടതാണ്. ലൂയിസ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? വാലൻഷ്യൽ ഇലക്ട്രോൺസിനെ നമ്മൾ ഡോട്ട്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടാണ് നമ്മൾ ലൂയിസ് സ്ട്രക്ചർ റെപ്രസെന്റ് ചെയ്യുന്നത്. Another one is dash structure. Dash structure. And then condensed and bond line structures are there. Bond line structures are there. These are the various forms of representations of these organic compound structures or structural formulas. Okay. In Lewis structure, the structure can be simplified by representing two electron covalent bond by a dash. ഒരു ബോണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം, രണ്ട് ഇലക്ട്രോണുകൾ ഷെയർ ചെയ്തിട്ടുണ്ടാവുന്നതാണല്ലോ ഒരു കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. രണ്ട് ആറ്റങ്ങളുടെ ഇടയ്ക്കുള്ള ഒരു ബോണ്ട് എന്ന് പറയുന്നത് രണ്ട് ഇലക്ട്രോണുകൾ ഷെയർ ചെയ്തിട്ടുണ്ടാവുന്നതാണ്. ഇങ്ങനെ രണ്ട് ഇലക്ട്രോണുകൾ ഷെയർ ചെയ്തുണ്ടാകുന്ന ബോണ്ടിനെ, കോവാലന്റ് ബോണ്ടിനെ നമ്മൾ ഒരു ഡാഷ് വെച്ചിട്ട്, ഒരു വര, സിംപ്ലി ലൈൻ, ഒരു ലൈൻ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യും. Such a structural formula focuses on the electrons involved in bond formation. That focuses on that two electrons in that particular bond formation. That means a single dash means a single dash. That means a single bond. So if two dashes are there, that indicates two bonds. That is a double bond. If three dashes are there, that indicates a triple bond. Okay. So dash, that is Lewis structure. Dash എന്ന് പറയുന്നതാണ് അതിന്റെ എന്ത് പറയുന്നത്, ലൂയിസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈഥേൻ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു? C2H6. ഇത് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതണം, C2H6. ഓക്കെ. ഈഥേൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിന്റെ ഫോർമുല CH3CH3 ആണ്. CH3CH3. Carbon carbon bond is there. So that is represented by this formula. ഓരോ കാർബണിന്റെ ചുറ്റും 4 വര. ഓക്കെ, അതിൽ ഒരു കാർബണിന്റെ ഒരു വര, ഒരു ഡാഷ്, ദാറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് അനദർ കാർബൺ. സോ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ ഓർഗാനിക് കെമിസ്ട്രി. That is very important. The tetravalency of carbon. Carbon has to satisfy all these 4 valencies with the other atoms. All these 4 valencies with other atoms. Or with the same atom it can have. ഒരേ ആറ്റത്തിലേക്കും ആവാം. ഉദാഹരണത്തിന് ഡബിളി ബോണ്ടഡ് ആണ് എങ്കിൽ യു ക്യാൻ സീ ഇൻ എത്തീൻ എന്ന് പറഞ്ഞ കേസിൽ യു ക്യാൻ സീ double bond is there. But still you can see two dashes. Each dash represents a valency. So every time you can see 4 valencies around each carbon atom. That means you can simply imagine 4 dashes around each carbon. അത് ഒരേ ആറ്റത്തിലേക്ക് ആവാം, വ്യത്യസ്ത ആറ്റങ്ങളിലേക്ക് ആവാം. നോ പ്രോബ്ലം. ഓക്കെ. ഈഥൈനിൽ നോക്കൂ, ഈഥൈൻ HC triple bond CH, where carbon shared its 3 valencies with the other carbon. So 3 bonds are there between these 2 carbon atoms and 1 with the hydrogen. So 4 valencies are there. So you represent the first carbon, 4 valencies are there. Similarly, in the next carbon also 4 valencies are there. So നിങ്ങളുടെ ഫോർമുല ശരിയാണോ എന്നറിയാൻ every time you check this one, whether 4 valencies are there or not. That is very important in organic chemistry. And this type of structural representations are called complete structural formula. It is called complete structural formula. ഇത് ഇതിന്റെ പൂർണ്ണമായ ഒരു സ്ട്രക്ചറൽ ഫോർമുലയാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുല. നമ്മൾ ഈ പറഞ്ഞ ഈഥേൻ, എത്തീൻ, ഈഥൈൻ എന്ന് പറയുന്നത് ഇങ്ങനെയും നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. In this case, you can see these are written by omitting some or all of the dashes representing covalent bonds and by indicating the number of identical groups attached to an atom by a subscript. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത്, ഇവിടെ നമ്മൾ ലൈൻസ് എല്ലാം ഒഴിവാക്കി, അല്ലെങ്കിൽ കുറെ ലൈനുകൾ ഒഴിവാക്കി. We omitted certain lines. In the case of ethane, that becomes CH3 only. There are no lines, dashes. In the case of ethene, CH2 double bond CH2. This double bond is essential in this case. Otherwise, that formula becomes CH2. But a double bond is there. So we represented that double bond specifically.
Otherwise, that will be confused whether the carbon is tetravalent or trivalent, etc. So that confusion is avoided by putting a double bond in between these two carbon. And ethane, similarly, HC triple bond CH. Okay, so this is the condensed representation. This is the condensed representation. So the resulting expression of the compound is the condensed structural formula. We can call it as the condensed structural formula. Okay, so the carbon and hydrogen atoms are written as elements, but the dashes, lines are omitted. In some cases, if you want to write the functional groups of this one, you can write the functional groups. No problem. Without these dashes. Certain organic chemists use another way of representing structures. Not like this one. So we have seen two types. One is with the dashes, that is a complete formula. Another one is with the condensed formula. And in another type of representation, in this bond line structure representation of organic compounds, where the carbon and hydrogen atoms are not shown. Carbon and hydrogen atoms are not shown. Simply lines are there. The lines representing carbon-carbon bonds. The lines that represent, don't forget this sentence, the lines representing carbon-carbon bonds and are drawn in zigzag fashion. These are drawn in zigzag fashion. വളഞ്ഞും തിരിഞ്ഞുമായിട്ട്. ഇപ്പോൾ ഇതിൽ നമുക്ക് ലൈൻസ് മാത്രമേ കാണൂ. പക്ഷേ ഈ ലൈൻസ് ഒറ്റ വരയായിട്ട് വരച്ചാൽ അതിൽ എത്ര കാർബൺ ഉണ്ടെന്ന് അറിയാത്തത് കൊണ്ട് നമ്മൾ അതിനെ സിഗ്സാഗ് ആയിട്ട് വരയ്ക്കും. അതിനെ ബോണ്ട് ലൈൻ റെപ്രസെന്റേഷൻ എന്ന് പറയും. ബോണ്ട് ലൈൻ റെപ്രസെന്റേഷൻ. 3-methyl octane. 3-methyl octane. നമ്മൾ എങ്ങനെയാണ് പേരിടുക നമ്മൾ പഠിക്കും. അത് നമുക്ക് പഠിക്കാം, പ്രശ്നമില്ല. ഇവിടെ നമുക്ക് കാണുന്ന ഫോർമുല, ഇതിലൊരു ഫോർമുലയും കൂടി നമുക്ക് വേണമെങ്കിൽ വരയ്ക്കാമായിരുന്നു. എങ്ങനെ? ഇതിൽ നമുക്ക് ലൂയിസ് റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ കംപ്ലീറ്റ് സ്ട്രക്ചർ നമുക്ക് വരയ്ക്കാമായിരുന്നു. നമ്മൾ വരച്ചില്ല. പോട്ടെ. CH3, CH2, CH, CH2, 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 CH3, and one CH3 is on the third carbon. This is a condensed formula. The first one is a condensed formula. 3-methyl octane. In the second one, you can see there are no bonds to hydrogen atoms from carbon. And this is somewhat okay. But in the third case, you can see, only lines. Bonds are represented as lines. And each line, this is one line. This is one line. Okay. And this is another line. And these lines are in zigzag motion. These lines are zigzag motion. Otherwise, എന്ത് സംഭവിക്കും? ഇത് നമ്മൾ നേരെ വരച്ചാൽ that become a single line. ഇങ്ങനെ വരയ്ക്കുമ്പോൾ, ബോണ്ട് ലൈൻ വരയ്ക്കുമ്പോൾ ഒരു പ്രത്യേകത നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒറ്റ വരയാണെങ്കിൽ ആ വരയുടെ രണ്ടറ്റത്തും ഓരോ കാർബൺ ഉണ്ട്. രണ്ടറ്റം റെപ്രസെന്റ് ചെയ്യുന്ന കാർബൺ ടു കാർബൺ ബോണ്ടാണിത്. അതുകൊണ്ടാണ് അടുത്ത വര വേറൊരു ദിശയിലേക്ക് വരച്ചത്. കാരണം അവിടെ വേറൊരു കാർബൺ ഉണ്ടെന്ന് കാണിക്കേണ്ടിയിരിക്കും. അതുകൊണ്ട് ഓക്കെ. അപ്പൊ അങ്ങനെ സിഗ്സാഗ് ആയിട്ട് വരയ്ക്കും. Each corner, yes, we can say each corner is a carbon and the end is also a carbon. ഓരോ കോർണറും ഓരോ അവസാനവും കാർബൺ ആണ്. That means we represent only carbon here. And moreover, the terminal carbon, അതിന്റെ മീനിങ് അതൊരു CH3 ഗ്രൂപ്പാണ് എന്നുള്ളതാണ്. ഒരറ്റത്ത് ഇങ്ങനെ കാർബൺ ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ അതങ്ങനെ നിൽക്കുന്നില്ല. അത് CH3 ആണ്. ദാറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്. അപ്പൊ ഈ കോർണറുകളിലുള്ളതോ, സിഗ്സാഗിൽ വരുന്ന കോർണേഴ്സിലുള്ളതോ, ബെൻഡിലുള്ളതോ, ആ ബെൻഡ് നമ്മൾ ശ്രദ്ധിക്കുക. ഏതെങ്കിലും ഒരു ബെൻഡ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ you can see that is a carbon, and that particular carbon having valency 4, and 2 valencies are satisfied by neighboring carbon atoms, and still 2 more valencies are there which is satisfied by hydrogen. So that end that represent a carbon with 2 valencies to other carbon atoms and 2 valencies to 2 hydrogens. ഇതല്ല എങ്കിൽ നമ്മൾ അത് റെപ്രസെന്റ് ചെയ്യും. ദാറ്റ് മീൻസ് അതൊരു ഡബ്ലി ബോണ്ടഡ് ആണോ അല്ലെങ്കിൽ ട്രിപ്പിളി ബോണ്ടഡ് ആണോ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളത് വേറെ റെപ്രസെന്റ് ചെയ്തിരിക്കും. ഓക്കെ. ഇത് 2-bromo butane എന്നുള്ള കേസിലാണ്. 2-bromo butane. ഇത് വേറെ ടൈപ്പ് റെപ്രസെന്റേഷൻ. ഈ പറഞ്ഞതെല്ലാം നമുക്ക് അതിൽ കാണാം. ഹിയർ സ്പെസിഫിക്കലി യു ക്യാൻ സി വാട്ട് ബ്രോമിൻ. ദാറ്റ് ഇസ് അനദർ വൺ. അത് ഈ കാർബണും ഹൈഡ്രജനും അല്ലാത്തതാണ്. അതുകൊണ്ടാണ് ആ ബ്രോമിനെ നമ്മൾ അവിടെ വേറെ റെപ്രസെന്റ് ചെയ്തത്. മനസ്സിലാവുള്ളൂ. അതെല്ലാം നേരത്തെ പറഞ്ഞ റെപ്രസെന്റേഷൻ തന്നെയാണ്. അവിടെ വേറെ ഒന്നുകൂടി വന്നു മാത്രം. വേറൊരു ഹാലജൻ, വേറൊരു കാർബണും ഹൈഡ്രജനും അല്ലാത്തത് വന്നു. ഹിയർ ദീസ് ആർ സൈക്ലിക് കോമ്പൗണ്ട്സ്.
with the bond line formula. Bond line formula cyclic compounds are. Look into the first example, you can see 3 carbon atoms at the 3 corners. These are at the 3 corners of a triangle. അത് ട്രയാങ്കിളിലായാലും വേറെ ഏതിലായാലും ഒരു റിംഗിലായാലും ഓപ്പണിലായാലും ഏതിലായാലും വാലൻസി 4 ആണ്. You can see, you take any of the carbon, you can see one valency towards another carbon, one more valency towards another carbon, and 2 valencies are to 2 hydrogen atoms. So total 4 valencies, and this is repeated in all corners. And this can be represented as bond line, like a triangle. അവിടെ വേറെ ആറ്റങ്ങളൊന്നും റെപ്രസെന്റ് ചെയ്യുന്നില്ല, ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് നീഡഡ്. കാർബൺ ഉണ്ടെങ്കിൽ അതിൽ വാലൻസി 4 എണ്ണം ഉണ്ട് എന്നും മറ്റ് ആറ്റങ്ങളൊന്നുമല്ല എങ്കിൽ അത് ഹൈഡ്രജൻ ആണ് എന്നും അണ്ടർസ്റ്റുഡ് ആണ്. ഈ 3 ട്രിപ്പിൾ ലൈൻ വരച്ചുള്ളത് ബോണ്ട് അല്ല കേട്ടോ, അത് ഇക്വാലന്റ് ടു എന്ന് കാണിക്കാനാണ്. ഇക്വാലന്റ് ടു അത് തുല്യമാണ്. നിങ്ങൾക്ക് ഐദർ യു ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ് വേ ഓർ ലൈക്ക് ദി അതർ വേ. കണ്ടൻസ്ഡ് ആയിട്ടുള്ള ഫോർമുല ആയിട്ട് വരയ്ക്കാം, അതർവൈസ് യു ക്യാൻ റൈറ്റ് ദി ബോണ്ട് ലൈൻ നൊട്ടേഷൻ. ഓക്കെ, in this third one, the last picture, you can see chlorine. So chlorine represented separately. Chlorine അവിടെ വേറെ റെപ്രസെന്റ് ചെയ്തു, കാരണം ക്ലോറിൻ അവിടെ റെപ്രസെന്റ് ചെയ്യണം അത് ഏത് ആറ്റമാണെന്ന് വേണം. ഹൈഡ്രജൻ അത് വേണ്ട, ഹൈഡ്രജൻ ഈസ് അണ്ടർസ്റ്റുഡ്. ഓക്കെ, ബെൻസിൻ ഒക്കെ നമ്മൾ വരയ്ക്കുമ്പോൾ സിംപ്ലി നമ്മൾ ആ ഒരു സ്ട്രക്ചർ മാത്രം വരയ്ക്കലേ ഉള്ളൂ, അതിൽ ഹൈഡ്രജൻ നമ്മൾ വരയ്ക്കലില്ല, ഹൈഡ്രജൻ വരയ്ക്കാറില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ബോണ്ട് ലൈൻ റെപ്രസെന്റേഷൻ. റൈറ്റ്. അപ്പൊ ഇതാണ് നമ്മൾ ഈ പറഞ്ഞ ബോണ്ടും ലൈൻസും മാത്രമുള്ളത്. അതിൽ എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണ്ടത് എന്ത് മാത്രമാണ്? ടെട്രാ വാലന്റ് ആണ് എന്ന് മാത്രമാണ്. സ്റ്റിൽ ദീസ് റെപ്രസെന്റേഷൻസ് ആർ നോട്ട് കംപ്ലീറ്റ്, ബിക്കോസ് ആക്ച്വലി ദീസ് കാർബൺ ഹാവിംഗ് tetravalency and these 4 valencies are directed towards the 4 corners of a regular tetrahedron. ഒരു ടെട്രാഹെഡ്രന്റെ 4 കോർണേഴ്സിൽ എന്താണ് ടെട്രാഹെഡ്രൻ എന്ന് പറഞ്ഞാൽ? ടെട്രാഹെഡ്രൻ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ നമ്മുടെ കൈ 3 വിരല് നമ്മളിങ്ങനെ വിടർത്തി പിടിച്ചിട്ട് ബാക്കി 2 വിരല് നമ്മൾ മടക്കി പിടിക്കും. എന്നിട്ട് നമ്മൾ മേശപ്പുറത്ത് ഈ 3 വിരൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ 3 വിരല് മേശപ്പുറത്ത് കുത്തി വയ്ക്കും, നമ്മുടെ കൈ നേരെ മുകളിലേക്ക്. ഇപ്പൊ ഒരു സ്ട്രക്ചർ കിട്ടിയില്ലേ? അതായത് ആ നമ്മുടെ കൈപ്പത്തി എന്ന് പറയുന്ന ഒരു ആറ്റം, അതിന്റെ 4 വാലൻസീസ് ആണത്. 3 വാലൻസി നമ്മുടെ മേശപ്പുറത്ത് കുത്തി വെച്ചു, ഒരു വാലൻസി നേരെ മുകളിലേക്ക് നമ്മുടെ കൈയായിട്ട്. ഒരു സിമ്പിൾ റെപ്രസെന്റേഷൻ പറഞ്ഞുള്ളൂ, 3 ഡയമെൻഷനിൽ മനസ്സിലാക്കാൻ വേണ്ടി. അത്രയും ഞാൻ പറഞ്ഞിട്ട് ഉദ്ദേശമുള്ളൂ. ഇറ്റ് ഈസ് 3 ഡയമെൻഷൻ, 3D. ഈ ടെട്രാവാലന്റ് എന്ന ടെട്രാഹെഡ്രൽ എന്ന് പറയുന്നത് ഒരു 3 ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് ആണ്. ഇറ്റ് ഈസ് എ 3 ഡയമെൻഷണൽ സ്ട്രക്ചർ. So these molecules having this particular 3 dimensional structure, molecules are 3 dimensional in nature in many cases. But it is not possible to represent that in a paper, in a computer screen, in a mobile screen. It is not possible to represent. So there is a way of representing this 3 dimensional representation using certain methods, using solid wedges and dashed wedges. Solid wedges and dashed wedges. So it is known as wedge formula. It is known as wedge formula. Wedge formula. The 3-dimensional image of a molecule from a 2-dimensional picture with the help of these wedges. And the wedge എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ആപ്പ് എന്നാണ്. ആപ്പ് കണ്ടിട്ടുണ്ടോ? പണ്ട് കുരങ്ങൻ മരം മുറിച്ചപ്പോൾ വാലിട്ടപ്പോൾ ആപ്പ് വെച്ച കഥ കേട്ടില്ലേ? ആപ്പ്. ഇപ്പൊ നമ്മൾ ആപ്പുകൾ ഉപയോഗിക്കാറില്ല, അതുകൊണ്ടാണ് അറിയാത്തത്. പണ്ടത്തെ കാലത്തൊക്കെ വ്യാപകമായിട്ട് ഉപയോഗിച്ചു. ഒരു ത്രികോണാകൃതിയിലുള്ള ഒരു മരത്തിന്റെ പീസ് എന്ന് വിചാരിച്ചാൽ മതി. ത്രികോണാകൃതിയിൽ നിങ്ങൾ ഒരു മരത്തിന്റെ ഒരു പീസ് അല്ലെങ്കിൽ നിങ്ങൾ തെർമോകോളിലൊക്കെ വെട്ടിയെടുക്കുക ത്രികോണാകൃതി. അപ്പോൾ ഒരു ഭാഗത്ത് കുറച്ച് തടി കൂടുതലായിരിക്കും, മറ്റേ ഭാഗം അങ്ങനെ പോയിന്റഡ് ആയിരിക്കും. ദാറ്റ് ഈസ് എ വെഡ്ജ്. അത് ഡാഷ്ഡ് വെഡ്ജസ് ആവാം അല്ലെങ്കിൽ സോളിഡ് വെഡ്ജസ് ആവാം നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താണ് തമ്മിലുള്ള വ്യത്യാസം? എ സോളിഡ് വെഡ്ജ് ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ബോണ്ട് പ്രൊജക്ടിങ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഓഫ് പേപ്പർ ടുവേർഡ്സ് ഒബ്സർവർ. അതായത് നമ്മളൊരു ചിത്രം വരയ്ക്കുമ്പോൾ, ഒരു 3 ഡയമെൻഷണൽ പിക്ചർ വരയ്ക്കുമ്പോൾ ഈ ബോണ്ട്സിനെയാണ് നമ്മൾ വെഡ്ജസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ആ ചിത്രം അതേ പ്ലെയിനിലാണ്, ആ പേപ്പറിന്റെ പ്ലെയിനിലാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ, 2 ഡയമെൻഷനിലാണ് വരയ്ക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ഒരു ലൈൻ വരച്ചാൽ മതി. ദാറ്റ് ഈസ് എ ബോണ്ട് ലൈൻ റെപ്രസെന്റേഷൻ. സിംപ്ലി ലൈൻസ് റെപ്രസെന്റ് ദാറ്റ് ബോണ്ട് ഈസ് പ്രസന്റ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ 2-dimensional plane or in that particular plane of paper. പക്ഷെ ഔട്ട് ഓഫ് ദ പ്ലെയിൻ വരയ്ക്കണമെങ്കിൽ ഔട്ട് ഓഫ് ദ പ്ലെയിൻ 2 രൂപത്തിലുണ്ട്. ഒന്ന് നിങ്ങളുടെ അടുത്തേക്ക് കാണിക്കുന്ന രൂപത്തിൽ, ഒന്ന് നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന രൂപത്തിൽ. 3D പിക്ചേഴ്സ് ഒക്കെ കാണുമ്പോൾ കണ്ടില്ലേ, നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ അതിനെ വലുതായി വരുന്നതായിരിക്കും, നിങ്ങളിൽ നിന്ന് അകന്നു പോകുകയാണെന്ന് വെച്ചാൽ ചെറുതായി പോകുന്നതായിരിക്കും. ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വെഡ്ജസ് യൂസ് ചെയ്യുന്നത്. സോളിഡ് വെഡ്ജ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ടുവേർഡ്സ് യു, അത് നിങ്ങളുടെ അടുത്തേക്കുള്ളതാണ് എന്നാണ് കാണിക്കുന്നത്. ഡാഷ്ഡ് വെഡ്ജസ് ആണെങ്കിൽ ദ ഡാഷ്ഡ് വെഡ്ജസ് ഈസ് യൂസ്ഡ് ടു ഡെപിക്ട് ദ ബോണ്ട് പ്രൊജക്ടിങ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ ആൻഡ് away from the observer
ഒബ്സർവറിൽ നിന്ന് അകന്നു പോവുകയാണെന്നതാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇറ്റ് ഈസ് എവേ ഫ്രം ദ ഒബ്സർവർ. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, മോളിക്യൂൾസിനെ പ്രസന്റ് ചെയ്യാം. ദ ബോണ്ട് ലൈങ് ഇൻ പ്ലെയിൻ ഓഫ് ദ പേപ്പർ ആർ ഡെപിക്റ്റഡ് ബൈ യൂസിങ് നോർമൽ ലൈൻ. നോർമൽ ലൈൻസ് ഉപയോഗിച്ച് നമ്മൾ കണ്ട ചിത്രങ്ങളിലൊക്കെ നോർമൽ ലൈൻസ് ഉപയോഗിച്ചിട്ടാണ്. ലൈക്ക് ദിസ് വൺ. And the dashed wedges, and this is the representation of methane. And this dashed wedges, there is a dashed wedge, and this dashed wedge project away. It is out of the plane but away from you. And the solid wedge, you can see that is a darkened wedge. That bond towards the observer. That bond is towards the observer. So it is similar to a 3D picture. A 3D picture. Otherwise, methane, this is the representation of methane. You can draw methane like simply 4 bonds around this carbon. 4 bond ഈ കാർബൺ ചുറ്റും ഇങ്ങനെ വെറുതെ വരയ്ക്കാവുന്നതേ ഉള്ളൂ. Okay, so the 4 valencies can be satisfied by 4 hydrogen, like this, 4 hydrogen. Okay. So we will get to 4 bonds around this carbon. 4 lines carbon ചുറ്റും നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഇതിന്റെ കേസിൽ ഒരു കാർബണും 4 ഹൈഡ്രജനും 4 ബോൺസ് ആയിട്ട് ഒരു പ്ലെയിനിൽ വരയ്ക്കുമ്പോൾ അതൊരു പ്ലെയിനാർ സ്ട്രക്ചർ ആണ്. അതിൽ ഔട്ട് ഓഫ് ദ പ്ലെയിൻ നമുക്ക് അറിയില്ല. ഓൾ ദ ബോൺസ് ഇൻ ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ. അത് ഔട്ട് ഓഫ് ദ ബോൺസ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡാഷ്ഡ് സ്ട്രക്ചേഴ്സ് വരച്ചുള്ളത് എന്നുള്ളത് നമ്മളൊന്ന് ഓർക്കുക. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സീ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. Classification of organic compounds. How we can classify organic compounds? Organic compounds can be classified in a number of ways because organic compounds are a group of compounds, a large number of compounds, and their ever increasing numbers have made it necessary to classify them on the basis of their structures. We have a number of different types of organic compounds, a large number of organic compounds, and that will be very difficult to study them. So we have to classify them. And here we have a type of classification that is based on its structure. ഘടനയെ അടിസ്ഥാനമാക്കിയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. അതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. Organic compounds can be classified basically into cyclic and acyclic. This is a fundamental classification. You can say acyclic and cyclic, no problem. Acyclic means open chain. Open ആയാൽ തന്നെ chain ആയി. Cyclic means it is closed chain. So there are 2 ways of classify this one: open chain and closed chain. Closed chain, that means the 2 ends are closed with each other. So that become a circle, a ring. 2 അറ്റവും ചേർത്ത് വെക്കുമ്പോഴാണ് അത് എന്താവുന്നത്, ക്ലോസ്ഡ് ചെയിൻ ആവുന്നത്. അപ്പോൾ അതെന്താവും, അതൊരു സർക്കിൾ, ഒരു റിംഗ് ആയിട്ട് മാറും. So they are also known as ring compounds. Open chain is open chain. It is open chain, simply a chain. Right. Cyclic means ring. Cyclic എന്ന് പറഞ്ഞാൽ cyclic, ring. അത് cyclic അല്ല എന്ന് പറയാനാണ് acyclic എന്ന് പറയുന്നത്. Acyclic is the opposite of cyclic. Okay. Usually we are using that to represent its opposite form. നമ്മൾ ഒക്കെ ഉപയോഗിക്കുന്ന പോലെ, സത്യം അസത്യം എന്നൊക്കെ ഉപയോഗിക്കുന്ന പോലെ cyclic, acyclic. And these cyclic compounds, acyclic compounds in classification നമുക്ക് വേറെ പറയാം. The cyclic compounds can be classified into 2: homocyclic or carbocyclic, and heterocyclic. Homo and hetero. Homo means that containing only carbon. Homo, same, only carbon. That ring containing only carbon, like benzene. You can say benzene. That contain only carbon. The corners are all made up of carbon. In hetero, you can see some other elements in addition to carbon. കാർബൺ അല്ലാത്ത കുറച്ച് മൂലകങ്ങളെ നമ്മൾ കണ്ടുള്ളൂ. ഹൈഡ്രജൻ, അത് ഓൾറെഡി ഇതിന്റെ ഒപ്പം കാർബണിന്റെ ഒപ്പം കാണാം. അല്ലാതെ ഈ കാർബൺ ഇരിക്കേണ്ടുന്ന സ്ഥാനത്ത് നമുക്ക് വേറെ ചില എലിമെന്റ്സിനെയും കൂടി കാണാം. either oxygen or nitrogen or sulfur or phosphorus, like that. Such compounds are known as heterocyclic or hetero compounds. Hetero compoundsലൊക്കെ ഈ കാർബൺ അല്ലാത്ത ഏതെങ്കിലും ഒന്ന് ആ ചെയിനിൽ കാണും. In homocyclic, heterocyclic, that is a class. Homocyclic, another class of ring compounds. ഇനി ഈ ഹോമോസൈക്ലിക് തന്നെ നമുക്ക് വേറെ 2 ടൈപ്പായിട്ട് തരംതിരിക്കാം.
One is alicyclic. Alicyclic. That is homocyclic now. That is homocyclic compound that containing only carbon. But this is a special group, alicyclic. And another one is aromatic. So based on certain particular properties, we can classify these carbocyclic into two or homocyclic into two, alicyclic and aromatic. Aromatic benzene is an aromatic compound. It's well known. And these having certain special properties. Okay. Still, aromatic are of two types. Aromatic are of two types. With the benzene ring or benzene-like rings, they are known as benzoid compounds. They are known as benzoid compounds. And non-benzoid compounds are also there. Aromatic ആണ് പക്ഷെ benzene-like rings ഇല്ല. അതിനെയാണ് നമ്മൾ non-benzoid എന്ന് പറയുന്നത്. So benzoid and non-benzoid types are there. Let us see the acyclic compounds first. What are acyclic compounds? As I told you, these are open chain compounds. These are open chain compounds. Right. And these are also known as aliphatic compounds. Don't forget this name. Acyclic, open chain, or aliphatic. ഈ അലിഫാറ്റിക് എന്നുള്ള പേരിൽ നിന്നാണ് നമ്മൾ നേരത്തെ കണ്ട അലിസൈക്ലിക് ഉണ്ടായിട്ടുള്ളത്. അത് അലിഫാറ്റിക് സൈക്ലിക് എന്നാണ് അർത്ഥം. അത് നമ്മളൊന്നുകൂടി പറയാം. So this is aliphatic. Aliphatic is the well-known name of these type of compounds. നമ്മൾ അത് തുടർച്ചയായിട്ട് പലപ്പോഴും അതിങ്ങനെ വെറുതെ പറയുകയും ചെയ്യും. പലപ്പോഴും ഇത്തരം compounds നെ കുറിച്ച് പറയുമ്പോൾ. അപ്പോൾ അത് ഓർത്തിരിക്കുക. അലിഫാറ്റിക് എന്താണ്? These are open chain compounds. These are alicyclic compounds. That consists of straight or branched chains. Chains ചിലപ്പോൾ സ്ട്രൈറ്റ് ആവാം. സ്ട്രൈറ്റ് ആണ് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത് സ്ട്രൈറ്റ് അല്ല എന്ന് പറയരുത്. ഇറ്റ് ഈസ് ആൾസോ സ്ട്രൈറ്റ്. ബ്രാഞ്ചസ് ഇല്ല എന്ന് മാത്രമേ അതുകൊണ്ട് നമ്മൾ സ്ട്രൈറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചുള്ളൂ. ഓക്കെ. അപ്പോൾ സ്ട്രൈറ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആവാം, അല്ലെങ്കിൽ ബ്രാഞ്ചസ് അല്ല. ഇങ്ങനെ നമുക്കൊരു മീഥൈൽ പാർട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന പോലെയോ നിൽക്കുന്ന പോലെ സൈഡിൽ ഉണ്ട് എങ്കിൽ അതിനെ നമ്മൾ ബ്രാഞ്ച്ഡ് ചെയിൻ എന്നാണ് വിളിക്കുക. ബ്രാഞ്ച്ഡ് ചെയിൻ. സോ ഇറ്റ് മേ ബി സ്ട്രൈറ്റ് ചെയിൻ ഓർ ബ്രാഞ്ച്ഡ് ചെയിൻ. അതിനുള്ള എക്സാമ്പിൾസ് ആണ് നമ്മുടെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. ഈഥെയിൻ that having two carbon atoms. It is an aliphatic compound. Closed chain allennu kaanicha madi. Isobutane having one branch, methyl branch. Then acetaldehyde. It is another type with a certain functional group. Functional group എന്താ നമ്മൾ പറയും? Acetic acid. These are all aliphatic compounds. Okay, these are all alicyclic or open chain compounds. Next is cyclic or closed chain, or these are known as the ring compounds. Cyclic ആവാം, അല്ലെങ്കിൽ ക്ലോസ്ഡ് ചെയിൻ ആവാം, അല്ലെങ്കിൽ അവയെ നമ്മൾ റിംഗ് കോമ്പൗണ്ട്സ് എന്ന് വിളിക്കാം. ഓക്കെ. These are homocyclic and heterocyclic in nature. Homocyclic ഉണ്ട്, heterocyclic ഉണ്ട്. Homocyclic എന്നും heterocyclic എന്നും രണ്ട് ക്ലാസ് ഓഫ് കോമ്പൗണ്ട്സ് ആയിട്ട് നമ്മൾ ഇവയെ പറയാറുണ്ട്. സോ ഈ പേരുകൾ മറക്കരുത്. These are cyclic or ring compounds or closed chain compounds. These are compounds containing carbon atoms joined in the form of a ring. Compound containing carbon atoms in the form of a ring. ഒരു ring ആയിട്ട് കാണാം. Either the ring containing carbon atoms only or the ring containing certain other elements like oxygen, sulfur, etc. If it containing carbon atoms only, it is known as alicyclic or aliphatic. If it containing other in addition to carbon, it is known as heterocyclic. Okay, homocyclic and heterocyclic are there. Homo means that containing only carbon. Hetero means that containing other elements other than carbon. So this is another type of classification. And then next we are going to aromatic compounds. Aromatic compounds, it is a branch of homocyclic or carbocyclic. These homocyclic or carbocyclics are classified into two, alicyclic and aromatic. And this is one of that, aromatic. Aromatic compounds are special type of compounds having certain special properties. Not only the structure, but their properties are something different. From where the name came? The name came from aroma. Aroma means a type of smell of certain organic compounds. Aroma like smell. So these compounds having such type of smell, that is why the name aromatic. ഇതും നേരത്തെ പറഞ്ഞ പോലെ പഴയ ഒരു പേരാണ്. ഈ അരോമ ലൈക്ക് സ്മെൽ ഇല്ലാത്തതും ഇപ്പൊ അരോമാറ്റിക് ആയിട്ട് പറയും. കാരണം അതിന് ഇപ്പൊ നമ്മൾ പ്രോപ്പർട്ടി ബേസ്ഡ് ആക്കിയിട്ടുണ്ട്. മറ്റേത് അതിന് സ്മെൽ ചെയ്തിട്ട് കണ്ടുപിടിക്കാവുന്ന അങ്ങനെയായിരുന്നു. So aromatic are special type of compounds, and these include benzene and other later ring compounds, benzoid compounds. Aromatic itself are of two types, benzoid and non-benzoid. Benzoid means
You can see benzene structures in that one, in that structure. Benzene, aniline having that structure. Naphthalene, 2 benzene structures, anthracene like that. And the non-benzoid, it is not similar to benzene. അവിടെ ആ ഓക്സിജൻ ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല അത് സിമിലർ അല്ലെന്ന് പറയുന്നത്. 7 കാർബൺ ആറ്റം ഈ ട്രോപ്പലോണിൽ കാണാം. ട്രോപ്പലോൺ, ഇറ്റ് ഇസ് എ non-benzoid benzene aromatic compound. Non-benzoid aromatic compound. Right. So this is another example. Then you look into an heterocyclic aromatic compound. Heterocyclic ആയിട്ടില്ല. നമ്മൾ നേരത്തെ കണ്ടതിൽ ഹോമോസൈക്ലിക് ആയിരുന്നു. ട്രോപ്പലോൺ ആണെങ്കിലും ഓക്സിജൻ വേറെയാണ്, പുറത്ത് നിൽക്കുകയാണ്, സൈക്കിളിന്റെ അകത്തല്ല. ഓക്കെ, ഇപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്ന ഈ പിക്ചറുകളിൽ ദീസ് ആർ ഹെട്രോസൈക്ലിക്. ദാറ്റ് സൈക്കിൾ കണ്ടെയ്ൻ elements other than carbon. You can see in furan, oxygen is the thiophene, it is sulfur. It is sulfur. Thiophene is sulfur. These are all aromatic. നമ്മൾ ബെൻസീൻ റിംഗ് പോലെ തോന്നുന്നില്ലെങ്കിലും കൂടി അത് അരോമാറ്റിക് ആണ്. അതിന്റെ കാരണം നമ്മൾ ഇനി അരോമാറ്റിക് എന്ന സെക്ഷനിൽ പഠിക്കും. ഒരു കോമ്പൗണ്ട് എങ്ങനെയാണ് അരോമാറ്റിക് ആവുക. Another one is pyridine. Actually, it is very similar to benzene, you see. 6 കാർബണാറ്റ് ആയിരുന്നെങ്കിൽ അത് ബെൻസീൻ ആണ്. അപ്പൊ 6ാമത്തെ ഒരു കാർബണാറ്റത്തിന് പകരം അവിടെ ഒരു നൈട്രജൻ വന്നു. It is an heterocyclic aromatic compound, pyridine. So this is about the classification. Again, we can classify organic compounds based on functional groups. What are functional groups? Functional groups are atoms or group of atoms joined in a particular manner which is responsible for the characteristic chemical properties. Functional ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ ഒരു ആറ്റം ആവാം, പ്രത്യേകിച്ച് ഇപ്പോൾ ഹാലജൻസ്, ഫ്ലോറിൻ ക്ലോറിൻ ബ്രോമിൻ ആയിട്ടും പോലത്തെ സാധനങ്ങൾ, എലമെന്റ്സ്. അപ്പോൾ അത് ആറ്റങ്ങളായിട്ടാണ് നിൽക്കുക. അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റങ്ങളാവാം, OH, CHO, COH, ഇതെല്ലാം ഓരോ ഗ്രൂപ്പുകളായിട്ടാണ് നിൽക്കുക. ഇങ്ങനത്തെ ആറ്റങ്ങളെയോ ആറ്റങ്ങളുടെ ഗ്രൂപ്പുകളെയോ ഇവിടെ പ്രത്യേകത എന്താ? ഇവയാണ് ഈ തരം കോമ്പൗണ്ടുകളുടെ, എന്നുവെച്ചാൽ ഈ ആറ്റങ്ങളോ ഗ്രൂപ്പ് ഓഫ് ആറ്റംസോ ഉൾക്കൊണ്ടിരിക്കുന്ന കോമ്പൗണ്ടുകളുടെ ഒരുവിധം എല്ലാ രാസസ്വഭാവങ്ങൾ, ഭൗതിക രാസിക സ്വഭാവങ്ങൾ തീരുമാനിക്കുന്നത്. These are responsible for their characteristic properties, chemical as well as other properties. Such a group or group of atoms, such atoms or group of atoms are known as functional groups. They are the functional part. That is why the name functional group. So based on functional group, we can classify the organic compounds as alcohols that containing OH group, aldehydes that containing CHO, aldehyde group, then acids that containing acidic group, COH group. That is a type of classification. Then another type is that is a series of compounds that containing a particular functional group. In certain cases, if there is no functional group, no problem. That is a series of compounds which forms a homologous. And these series of compounds differ by CH2. They differ by CH2. അപ്പോൾ ഒരു കോമ്പൗണ്ടിൽ നിന്ന് തൊട്ടടുത്ത കോമ്പൗണ്ടിലേക്ക് പോകുമ്പോൾ they differ by CH2. But all these compounds having a general formula. ഒരു ജനറൽ ഫോർമുലയുള്ള ഒരു കൂട്ടം കോമ്പൗണ്ടുകൾ. ആ കോമ്പൗണ്ടുകൾക്ക് ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടാവാം, ഇനി ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ സെയിം ആയിരിക്കും. ഒരു ആൽക്കഹോൾസ് ആണെച്ചാൽ they are all alcohols. Acids ആണെങ്കിൽ they are all acids, like that. So they having a general formula. They differ by the nearest numbers. The nearest members of this particular series of compounds differ by CH2. The formula differ by CH2. നമുക്കിത് മോളിക്കുലർ ഫോർമുല ഡിഫർ ബൈ 14 എന്ന് പറയാം. കാരണം കാർബൺ 12, ഹൈഡ്രജൻ 2 കൂട്ടിയാൽ മോളിക്കുലർ ഫോർമുലയിൽ 14ന്റെ വ്യത്യാസം വരാം. പക്ഷേ ആ 14 വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു നൈട്രജൻ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ 14 ഡിഫറൻസ് വരും. നമ്മൾ ഒരു നൈട്രജൻ അങ്ങോട്ട് ചേർത്താൽ 14 ഡിഫറൻസ് വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ദാറ്റ് ഡിഫർ ബൈ CH2 എന്ന് പറയുന്നത്. Such a series of compounds are known as, organic compounds are known as homologous series. ആ സീരീസിലുള്ള ഓരോ മെമ്പേഴ്സിനെയും നമ്മൾ ഹോമലോഗസ് എന്ന് പറയും. ഓക്കെ, അപ്പോ നമ്മൾ ആൽക്കെയിൻസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എ ഹോമലോഗസ് സീരീസ്. ആൽക്കീൻസ് എന്ന് പറഞ്ഞാൽ ദർ ഇസ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇസ് ഡബിൾ ബോണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് കണക്കാക്കാം. Where it is alkene, it is a series of compounds that containing double bond. Alkyne that containing triple bond. Alkanoic acids that containing functional group COH. Amines that containing functional group NH2. So these are all series of compounds known as homologous series.